ആരാ ഈ സമയത്ത്? എടി എടി എഴുന്നേറ്റ്. ആരോ വന്നു. നിലേ ആരോ വന്നു. അയ്യോ അമ്മ, എന്തുപറ്റി അരവിന്ദ് സർ? എന്തുപറ്റി? നിങ്ങളെന്താ ഈ സമയത്ത്? അവിടെ വീട്ടിൽ ആരോ വന്നച്ചാ. വീട്ടില് മതില് ചാടിക്കിടന്ന് ആരോ കോമ്പൗണ്ടിനുള്ളിൽ കിടന്നെന്ന് മീര സ്വപ്നം കണ്ടു. വന്നയാൾ എന്നെ ആക്രമിച്ചത്രേ. അതങ്ങനെ വെറും ഒരു സ്വപ്നമല്ല. എന്നെ ആരും അറ്റാക്ക് ചെയ്തില്ലല്ലോ. എന്തായാലും സ്വപ്നം കണ്ടതോടെ മീരയ്ക്ക് അവിടെ നിൽക്കാൻ ഭയമായി. ഇതുപോലൊന്നും അല്ല, ശരിക്കും വിറയ്ക്കുമായിരുന്നു. എത്രയും പെട്ടെന്ന് ഫ്ളാറ്റിലെത്തിയ മതിയെന്നായി. പിന്നെന്ത് ചെയ്യാനാ, എങ്ങി പോന്നു. ആട്ടെ, ആരെങ്കിലും വീട്ടുപരിസരത്ത് വന്നതായി അരവിന്ദന് തോന്നിയോ? ഏയ്, ഇത് ഫ്ളാറ്റിൽ താമസിച്ച് ശീലമായവർക്ക് പൊതുവെയുള്ളൊരു പ്രശ്നമാണ്. ഒരുതരം അരക്ഷിത ബോധം. ഒരു ചുവരിനപ്പുറം അടുത്ത ഫ്ളാറ്റല്ലേ, അവിടെ ആളുള്ളതുകൊണ്ട് സേഫ്റ്റി അനുഭവപ്പെടും. വീടാവുമ്പോ അടുത്ത വീടുമായി ദൂരമുണ്ട്. അതില് വലിയ അർത്ഥമില്ലെന്നുള്ളതാണ് സത്യം. വീട്ടിൽ നിന്ന് ഉച്ചത്തിൽ വിളിച്ചാൽ അടുത്ത കോമ്പൗണ്ടിലുള്ള വീട്ടിൽ ശബ്ദം കേൾക്കും. എന്നാ തൊട്ടപ്പുറത്തെ ഫ്ളാറ്റിലെ ശബ്ദം ഇവിടെ കേൾക്കണമെന്നില്ല. കേട്ടാലും ആരും ഇറങ്ങി വന്ന് വിവരം അന്വേഷിക്കണമെന്നുമില്ല. എന്തായാലും ഇനി എത്തിയില്ലേ അമ്മേ, ഇനി എന്തിനാ പേടിക്കുന്നത്? ആദ്യത്തെ ഷോയോടെ പൊട്ടിപ്പൊളിഞ്ഞ സിനിമ പോലായി സിനിമാക്കാരി വന്ന് നടത്തിയ കല്യാണം. അല്ലെങ്കിൽ രാത്രിയിൽ മീര തിരിച്ചു വരില്ല. മീര മാഡം തനിച്ചല്ല, അരവിന്ദ് രാജ സാറും വന്നിട്ടുണ്ട്. ഭാര്യയും ഭർത്താവും കൂടിയാ വന്നത്. ഓഹോ, അപ്പൊ തമ്മി തല്ലിപ്പിരിഞ്ഞതല്ല, പിന്നെന്തായിരിക്കും? കല്യാണം കഴിഞ്ഞ് കെട്ടിക്കേറിയിട്ട് അന്ന് തന്നെ ഫ്ളാറ്റിൽ തിരിച്ചു വന്നെങ്കിൽ തക്കതായ എന്തോ കാരണമുണ്ട്. എന്തായാലും വക്കച്ചൻ അതൊന്ന് കണ്ടുപിടിച്ചിട്ട് എന്നെ അറിയിക്കും. ശരി മാഡം, അത് ഞാൻ ഏറ്റു. ആ എന്നാ ഞാൻ താഴോട്ട് ചെല്ലട്ടെ. ആ ശരി ശരി, പൊയ്ക്കോ. ആ വക്കച്ച, നോക്കിയിറങ്ങ്, സൂക്ഷിച്ച് നോക്കിട്ട് പോ. വക്കച്ചൻ ചേട്ടാ, ഇതെവിടെ പോയതാ? ഞാനേ ചുമ്മാ എല്ലായിടും ഒന്ന് നോക്കാന്ന് വിചാരിച്ചു. വിമലയുടെ ഫ്ലാറ്റിൽ നിന്ന് ഇറങ്ങി വരുന്ന പോലെ തോന്നിയല്ലോ. ഞാനോ? ആ, വക്കച്ചൻ ചേട്ടനല്ലേ ഇപ്പൊ വിമലയുടെ ഫ്ലാറ്റിൽ നിന്ന് ഇറങ്ങി വന്നത്? അതിനവിടെ ആരും ഇല്ലല്ലോ. വിമല മാഡം പോയിട്ട് ദിവസങ്ങളായില്ലേ. പക്ഷെ ഫ്ലാറ്റിലുണ്ടോന്ന് എനിക്കൊരു സംശയം. ഇല്ല, ഞാനല്ലേ മാഡത്തെ യാത്രയാക്കിയത്. എന്നാ വേറെ പലരും അതിനകത്ത് കടന്നു കൂടിയിട്ടുണ്ടാവും. എന്തായാലും ആരോ ഫ്ലാറ്റിലുണ്ടെന്നാ എനിക്ക് തോന്നുന്നത്. സംശയം തോന്നിയ സ്ഥിതിക്ക് ഒന്ന് നോക്കിയേക്കാം. വേണ്ട മാഡം, വേണ്ട. അതിനകത്ത് ആരുമില്ല മാഡം. മാഡം, ആരുമില്ല. ഒന്ന് നോക്കുന്നുണ്ട്, കുഴപ്പമൊന്നുമില്ലല്ലോ. ആളില്ലെങ്കിൽ വേണ്ട. കുഴപ്പമാവുമല്ലോ. കഥയല്ല, എന്റെ ജീവിതത്തിൽ ഇക്കഴിഞ്ഞ ദിവസങ്ങളിൽ ഉണ്ടായ സംഭവങ്ങളാ. പക്ഷെ കണക്ട് ചെയ്യാൻ നോക്കുമ്പോ ചില കണ്ണികൾ തമ്മിൽ ചേരാതെ വേർപെട്ടു നിൽക്കുന്നു. കഥയായാലും ജീവിതമായാലും
അതിലെ സന്ദർഭങ്ങൾക്ക് ഒരു ചേർച്ച വേണ്ടേ? അത് വിശ്വസനീയമാവണ്ടേ? അവിശ്വസിക്കേണ്ടതില്ല സാർ. എനിക്കുണ്ടായ അനുഭവങ്ങളാണ് ഈ പറഞ്ഞത് അത്രയും. എന്റെ ഭാഗത്തുനിന്ന് ഒന്നും മറച്ചു വെക്കാനില്ലാത്തതുകൊണ്ടാ ഞാനിപ്പോ സാറിനെ വന്ന് കണ്ടത്, എല്ലാം പറഞ്ഞത്. അതെന്തായാലും നന്നായി. മാൻ മിസ്സിംഗ് കേസ് നിലവിലുള്ള ഒരാൾ തിരിച്ചു വന്നാൽ പോലീസിൽ റിപ്പോർട്ട് ചെയ്യണമെന്നുള്ള കാര്യം പലർക്കും അറിയില്ല. അറിയാവുന്നവർ അത് പാലിക്കാറുമില്ല. ഇരിക്കെ. സർ, ഈ കേസിൽ പോലീസിന്റെ അന്വേഷണം ഏതെങ്കിലും മട്ടിൽ പുരോഗമിച്ചിരുന്നോ സർ? ആൾതാമസമില്ലാത്ത ചില വീടുകളും ഫ്ളാറ്റുകളും സംശയം തോന്നിയ ചില ഗോഡൌണുകളും ഞങ്ങൾ സെർച്ച് ചെയ്തു. ഈ കേസിൽ തുമ്പൊന്നും കിട്ടിയില്ലെങ്കിലും കുറെ കഞ്ചാവും ഡ്രഗ്സും ഒക്കെ പിടികൂടി കേസെടുത്തു. ഇത് ഒറ്റപ്പെട്ട വീടാണ് സാർ. നിങ്ങളെ രക്ഷപ്പെടുത്തിയ ഫിലിം സ്റ്റാറിന് അതിന്റെ ഡീറ്റെയിൽസ് അറിയാമല്ലോ. ഞാൻ ചോദിച്ചു. വർഷങ്ങളായി അടച്ചിട്ടിരിക്കുന്ന വീടാ. ഹൗസ് ഓണർ ആത്മഹത്യ ചെയ്തു. മറ്റവകാശികൾ ആരും ഉള്ളതായി അറിയില്ല. എന്തായാലും ആ സിനിമാ താരത്തിൽ നിന്ന് കൂടുതൽ വിവരങ്ങൾ അറിയണം. അരവിന്ദ് രാജ ഒന്ന് വിളിച്ചു തരൂ. ഓക്കെ. ആ മുറി മീരയ്ക്ക് കൊടുത്തു. മീര ഉപയോഗിച്ചിരുന്ന ഈ മുറി ഉണ്ണി താനെടുത്തു. കൂടുതൽ സ്ഥല സൗകര്യം ആ മുറിയില്ല. അവരിപ്പോ രണ്ടുപേരില്ലേ. എനിക്ക് മാത്രമായി ഈ മുറി ധാരാളം. എന്ന് വെച്ചാലേ സ്വയം അങ്ങ് ഒതുങ്ങിക്കൊടുക്കാൻ തീരുമാനിച്ചു എന്നർത്ഥം. തന്റെ മുറിയിൽ മറ്റൊരാള്, ഈ ഞാൻ പോലും കേറുന്നത് ഇഷ്ടമല്ലാത്ത ഉണ്ണിയേട്ടനാണോ ഈ ത്യാഗം ചെയ്യുന്നത്? ഒരു പ്രായം കഴിഞ്ഞാ നമ്മൾ സ്വയമേ ഒതുങ്ങി മാറണം. മനുഷ്യരായ അങ്ങനെ വേണം. എന്ന് വെച്ചാൽ എന്റെ സ്വഭാവത്തിന് മാറ്റമൊന്നുമില്ല കേട്ടോ. അല്ലെങ്കിൽ ഈ സ്വഭാവമാണ് ഉണ്ണിയേട്ടന് ചേരുന്നത്. മൂക്കിൻ തുമ്പത്തെ ഈ കോപത്തിന് ഒരു പ്രത്യേക അഴകാ. മതി മതി. അതെ, മീരയുടെ കല്യാണം കഴിഞ്ഞതോടെ ഉണ്ണിത്താന്റെ ഭാരമെല്ലാം ഒഴിഞ്ഞു. ഇപ്പൊ രണ്ട് കൈയും വീശി നടക്കാം. അങ്ങനെ ജീവിതത്തിൽ നിന്ന് റിട്ടയർമെന്റ് എടുക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ലടൂ. എന്തൊക്കെയോ ചെയ്തു തീർക്കാൻ ബാക്കിയുണ്ടെന്നൊരു തോന്നൽ. എന്താണെന്ന് ചോദിച്ചാൽ വ്യക്തമായ ഒരു ഉത്തരവില്ലതാനും. എന്തോ ഒരു നിയോഗം എനിക്ക് ചെയ്തു തീർക്കാനായി ഇനിയുമുണ്ട്. അതെന്തായിരിക്കുമോ എന്തോ. പിന്നെ ക്ലാര പറഞ്ഞത് ശരിയാ. ഞാൻ ഉപയോഗിക്കുന്ന മുറി പോലും എനിക്കേറെ പ്രിയപ്പെട്ടതാണ്. ഇത്രയും വർഷം പെരുമാറിയ മുറി വിട്ട് മറ്റൊരു മുറിയിലേക്ക് മാറിയപ്പോ മനസ്സിനൊരു വല്ലായ്മ. ഈ കസ്റ്റഡിന്ന് പുറത്തുവിടാൻ ഉദ്ദേശിക്കുന്നേയില്ല. പുറത്തു പോയാലോ? കൊല്ലും ഞാൻ. കോടതിക്ക് നേരിട്ട് കൊല്ലാനുള്ള അധികാരമില്ല. വിധിക്കാം. ശിക്ഷ നടപ്പാക്കുന്നത് വേറെ പാർട്ടിയാ. ഈ ജഡ്ജി കോപ്പി അടിച്ച് പരീക്ഷ ജയിച്ച ആളാണെന്ന് തോന്നുന്നു. കോടതി ലക്ഷ്യം. ഈ കോടതി അലക്ഷ്യമായി ഇങ്ങനെ ഒരുങ്ങുന്നത് കാണാനും ഒരു പ്രത്യേക ചന്തമുണ്ട്. കണ്ണെഴുത്തൊരു കലയാണ്. മഷി എഴുതുമ്പോൾ കൃഷ്ണമണിയുടെ ഒരു ചലനമുണ്ട്. അതൊരു ഭംഗി തന്നെയാ. മീര നൃത്തം പഠിച്ചിട്ടുണ്ടോ? കുട്ടിക്കാലത്ത് കുറച്ചൊക്കെ. എന്താ ചോദിച്ചത്? ഒരു നർത്തകിയുടെ കണ്ണുകളാണിതെന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. അയ്യോ, ഇത് എന്റെ കണ്ണുകളാണ്. നിലീന, മീരയ്ക്ക് ആളെ മനസ്സിലായോ? ചാനൽ എന്റെ കുക്കറി ഷോ ആങ്കർ ചെയ്യുന്ന നിലീന. ഓർക്കുന്നു. ക്യാമറമാൻ ഉണ്ടല്ലോ. ഇവിടെ ഫ്ലാറ്റിൽ എന്തെങ്കിലും പ്രോഗ്രാം ഉണ്ടോ? നിള പറഞ്ഞിട്ട് വന്നതാണ്. നിള പറഞ്ഞിട്ടോ? ഇവിടെ എന്താ ടി വിക്കാർക്ക് കാര്യം? അരവിന്ദ് സാറിന്റെ കുക്കറി ഷോയായ മാജിക് കിച്ചൻ കുറെ നാളായി മുടങ്ങിയിട്ട്.
ഒരുപാട് പ്രേക്ഷകരുള്ള പ്രോഗ്രാമാണ്. അത് വീണ്ടും ടെലികാസ്റ്റ് ചെയ്യാണ്. അതിന്റെ പുതിയ എപ്പിസോഡ് ഷൂട്ട് ചെയ്യണം. അപ്പൊ ഞാൻ വിചാരിച്ചു ആ ഷൂട്ട് ഇന്നാവാന്ന് ഞാൻ സജസ്റ്റ് ചെയ്യാമെന്ന്. നിങ്ങൾക്ക് രണ്ടുപേർക്കും ഒരു സർപ്രൈസ്. നാളെ രാജ് കിച്ചന് വെച്ച് ഷൂട്ട് ചെയ്താ പോരെ? പോരാ, അതിലിപ്പോ എന്തോ ഒരു പുതുമയുള്ളത്. ഇന്ന് നമുക്ക് ഇവിടെ വെച്ചങ്ങ് ഷൂട്ട് ചെയ്യാം. ഇവിടെ വെച്ചോ? ആ, ഉണ്ണിത്ത സാറിന് അതൊന്നും ഇഷ്ടമാവില്ല. ആര് പറഞ്ഞു ഇഷ്ടമാവില്ലെന്ന്? ഞാനത്ര പെന്തിരിപ്പനൊന്നുമല്ല. ഇവിടെ വെച്ച് ഷൂട്ടിംഗ് നടത്തിക്കോ. എങ്കിലേ നിങ്ങൾ തയ്യാറായിക്കോ. പെട്ടെന്ന് അങ്ങനെ ഷൂട്ട് ചെയ്യാനൊന്നും പറ്റില്ല. അതിനിപ്പോ എന്താ വിഭവം ഒന്നും തീരുമാനിക്കണ്ടേ? അത് പ്രിപ്പയർ ചെയ്യാൻ ആവശ്യമായ ഇൻഗ്രീഡിയൻസ് സംഘടിപ്പിക്കണം. അതൊക്കെ ഏർപ്പാടാക്കിയിട്ടുണ്ട് ഇല്ലേ? എല്ലാം റെഡിയാണ്. ആ, ഞാനറിയാതെയോ? അതെന്താ? നല്ല തേൻ വരിക്ക ചക്കപ്പഴം. ചക്കപ്പഴോ? ആ, അതിലൊരു കഥയുണ്ട്. രാജ് കിച്ചണിന് വേണ്ടി മീരാമ്മ ഉണ്ടാക്കി ഹിറ്റായി മാറിയ മീര സ്വീറ്റി എന്ന ചക്കപായസം. മാംഗല്യം തന്തുനാനയുടെ പുതുമ മാറാത്ത ഈ വിശിഷ്ട സന്ദർഭത്തിൽ മാജിക് കിച്ചന് വേണ്ടി അരവിന്ദ് സാറും മീരാമ്മയും ചേർന്ന് ഈ കുക്കറി ഷോ ഇവിടെ അവതരിപ്പിക്കുന്നു. ദേ, ചക്കപായസത്തിന്റെ മണം. ഓ, മണം ഇങ്ങനാണെങ്കിൽ രുചി എന്തോ ആയിരിക്കും അല്ലേ? മീരേച്ചി അരുൺ സാറും കൂടിയല്ലേ വെക്കുന്നത്. പായസം സൂപ്പർ ആയിരിക്കും. ഓ, സൂപ്പർ. നീ ഒന്ന് ചുമ്മാതിരിക്കണ്ട രാഗിണി. ഇതൊക്കെ ഒരു പുതുമോടിയല്ലേ? എന്തായാലും പുതുദാമ്പത്യമല്ലേ? രണ്ടുപേർക്കും എത്ര വയസ്സുമായതുകൊണ്ട് അധികകാലം അവരുടെ വിവാഹ ജീവിതം നീണ്ടുപോവില്ല. പ്രശ്നങ്ങളുണ്ടാവും. ഇല്ലെങ്കിൽ ഞാൻ ഉണ്ടാക്കും. വിമല ഒളിച്ചു താമസിക്കുന്ന ഫ്ലാറ്റിലെ മീര അങ്ങനെ സുഖിച്ച് വാഴണ്ട. അതും അരവിന്ദ്രാജയുടെ ഭാര്യയായിട്ട്. ഇന്നലെ അവളുടെ കഴുത്തിൽ കയറിയ താലി എത്രയും പെട്ടെന്ന് താഴെ ഇറക്കണം. അതിനു വേണ്ടി എന്ത് നാണം കെട്ട പണിയും ഞാൻ ഒപ്പിക്കും. ആ താലിച്ചരട് പൊട്ടിക്കും ഞാൻ. എന്നാലും എന്ത് നല്ല മണമല്ലേ? അവളുടെ ഒരു മണം. ഒന്ന് വന്നേ, വടി. ഞാൻ പറഞ്ഞ ഉറക്കഗുളിക വാങ്ങിച്ചോ? വാങ്ങിച്ചു. ആരുടെയും കണ്ണിപ്പെടാതെ വെച്ചിട്ടുണ്ട്. മിടുക്കൻ. രാത്രിയാവുമ്പോഴാണ് അതെടുത്ത് പ്രയോഗിക്കേണ്ടത്. അരവിന്ദ് രാജയ്ക്ക് ആ ഉറക്കഗുളിക കൊടുക്കണം. പുള്ളി സ്മോൾ അടിക്കോ? അറിയില്ല, ഇതുവരെ കണ്ടിട്ടില്ല. ബ്രാൻഡിയിലോ വിസ്കിയിലോ കലക്കി കൊടുത്താ ഉറക്കഗുളികയുടെ പ്രവർത്തനം ഡബിൾ ആകും. അയാള് വെള്ളം അടിക്കുമെന്ന് അറിയില്ലല്ലോ. ആ, അതുകൊണ്ട് പാലിൽ പ്രയോഗിച്ചാ മതി. പക്ഷേ ഞാനെങ്ങനെ അരവിന്ദ് സാറിന് പാലെടുത്ത് കൊടുക്കും? മോൻ കൊടുക്കണ്ട. കല്യാണം കഴിഞ്ഞിട്ടുള്ള പുതുമോടിയല്ലേ? അത്താഴം കഴിയുമ്പോഴേക്കും മണിയറയിലേക്കുള്ള പാൽ റെഡിയായിരിക്കും. നിഖിൽ ആരും കാണാതെ ആ ഗുളിക പൊടിച്ച് അതിൽ ചേർക്കണം. മീര കൊണ്ടുചെന്ന് അയക്ക് കൊടുക്കും. ശേഷം രണ്ടുപേരും സുഖനിദ്രയിലേക്ക് പോകും. പിന്നെ കണ്ണു തുറക്കണമെങ്കിൽ നാളെ സൂര്യൻ ഉദിക്കണം. അങ്ങനെ ഇന്നത്തെ ആദ്യ രാത്രിയുടെ കാര്യം സോഹ. നാളെ അടുത്ത പണി കൊടുക്കാം. ശരി കുഞ്ഞമ്മ. ആ, എല്ലാം കുഞ്ഞമ്മ പറഞ്ഞതുപോലെ ചെയ്യണേ. അങ്ങനെ ഇപ്പം മീരയ്ക്ക് കൊച്ചുണ്ടാവണ്ട. ഇത് കുടിച്ചിട്ട് നേരം പുലർന്നേ ഉണരാൻ പാടുള്ളൂ. അത്ര പവറുള്ള പൊടി.